ഫ്രണ്ട്സ്, എല്ലാവരും തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഇനി മുതൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും റെസിപ്പികളുണ്ടെങ്കിൽ എല്ലാവരും താഴെ നിന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇന്ന് നമ്മൾ കടായി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് 500 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടായി മസാല ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് 2 ടീസ്പൂൺ മല്ലി ഇട്ട് കൊടുക്കുക, പിന്നെ 1/2 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ പെപ്പർ, പിന്നെ 2 വറ്റൽമുളക്. ഇതെല്ലാം ഇട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലൊരു സ്മെല്ലൊക്കെ വന്നു തുടങ്ങുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി ഇത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. കണ്ടോ, ഇതുപോലെ വേണം പൊടിച്ചെടുക്കാനായിട്ട്. വല്ലാണ്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കണ്ട, ഇതുപോലെ തരി തരിയായിട്ട് പൊടിച്ചെടുക്കുക. ഇനി നമുക്ക് കടായി ചിക്കൻ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലോട്ട് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ 2 ഏലക്കായ, പിന്നെ നമുക്ക് 2 പട്ടയും കൂടി വേണം, പിന്നെ 2 ബേ ലീഫ്, പിന്നെ നമുക്കൊരു 10 മണി കുരുമുളകും കൂടി വേണം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ സ്പൈസസിൽ നിന്നൊക്കെ നല്ലൊരു സ്മെല്ല് വന്ന് തുടങ്ങുമ്പോൾ നമുക്കതിലോട്ട് 3 വലിയ സബോള ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ സബോളയൊക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലോട്ട് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ ഒനിയനൊക്കെ നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ നമുക്ക് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഒനിയനൊക്കെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് 1 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക, പിന്നെ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നമുക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം ഇട്ടതിന് ശേഷം നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ മസാലയുടെയൊക്കെ പച്ചമണക്ക് മാറി വന്ന് നല്ലൊരു മൂത്ത മണം വരണ വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 2 മീഡിയം സൈസുള്ള തക്കാളി നല്ലപോലെ അരച്ച് പ്യൂരി ആക്കിയതിന് ശേഷം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ തക്കാളിയിലൊക്കെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഇതിൽ നിന്ന് എണ്ണ തെളിഞ്ഞ് കാണുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരുവിധം റെഡിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ് കണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ചിക്കനും മസാലയൊക്കെ ആയിട്ട് നല്ലൊരു കോട്ടിങ് വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഞാനിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഈ ചിക്കനിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ചിക്കനെ ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചിട്ട് കുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഒരുവിധം കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് ഗ്രേവി അധികം വേണ്ടാത്തൊരു കറിയാണ്. അപ്പോൾ ഇതിൻ്റെ ഗ്രേവിയൊക്കെ ഇനി നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. ഇനി ഞാനിതിലോട്ട് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കണ ആ കടായി മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ കറിയിൽ നിന്ന് നല്ലൊരു സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കടായി മസാല ഇങ്ങനെ ക്രഷ് ചെയ്തിടുമ്പോൾ പ്രത്യേക ഒരു ഫ്ലേവറാണ് കറിക്കൊക്കെ. ഇനി ഞാനിതിലോട്ട് നമ്മളൊരു ക്യാപ്സിക്കം ക്യൂബായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ഒനിയനും ക്യൂബായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ ഒനിയനും ക്യാപ്സിക്കൊന്നും ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിത് ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഒരുവിധം ഗ്രേവിയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ടിട്ട് വീണ്ടും 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് അവസാനമായിട്ട് ഇതിലോട്ട് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇങ്ങനത്തെ കറികളിലൊക്കെ നമ്മൾ കറിവേപ്പില ഇടുന്നേക്കാളും കുറച്ചും കൂടി നല്ലത് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇനി നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ കസൂരിമേത്തി കൈവച്ച് ഇങ്ങനെ നന്നായിട്ടൊന്ന് ആക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുക. ഈ കസൂരിമേത്തി ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ കറിക്ക് പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടും.
ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ദാ നമ്മുടെ കടായി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും വേണം.